സാപ്പിട്ടിട്ട് പറഞ്ഞ ശേഷം റിവ്യൂ പോകേണ്ടത്. മട്ടൺ ബിരിയാണി അല്ലേ? മട്ടൺ ബിരിയാണി. ഇതാണ് മട്ടൺ ബിരിയാണി കേട്ടോ. അടിപൊളി സംഭവമാണ്. നല്ല പൊളി മട്ടനാണ് കേട്ടോ. ആണ് ബിരിയാണി. ഊണുണ്ട് നമുക്ക് കഴിക്കാം. ഇത് ഗ്രേവിയാ? മട്ടൺ ഗ്രേവിയാ? മട്ടൺ ഗ്രേവി. ഒരു സലാഡല്ല? ഇത് സലാഡ്. നല്ല സോഫ്റ്റാണ്. മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ വന്നത് സീലോം റോഡിലാണ്. സീലോം റോഡിലെ മഹാമാരിയമ്മൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ദിവസമാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, എനിക്ക് തന്നെ എന്നെ വിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായ സീലോം ടെമ്പിളിലെ വാക്കിംഗ് ടൂറാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗംഭീരമായ ഒരു ടെമ്പിളാണ് മഹാമാരിയമ്മൻ ടെമ്പിൾ. ആ ഒരു ക്ഷേത്രം കുറച്ച് കാണിക്കാം. അതിനുശേഷം നമ്മൾ ഈ ഇവിടുത്തെ സീലോമിൻ്റെ റോഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. നല്ല ഗംഭീര, അതായത് തമിഴ്നാടൻ സ്റ്റൈലൊരു അമ്പലമാണ്. തമിഴ്നാട് ആരാണ് ഇവർ ഈ അമ്പലം ഉണ്ടാക്കിയത്. എന്താ പറയുക, ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് തൈവാൻ, ചൈനീസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം നടക്കും എന്നാണ് ഒരു വിശ്വാസം. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ഇത് മൺഡേ ടു തേഴ്സ്ഡേ, അതായത് ഇതാണ് അതിൻ്റെ സമയം കണ്ടോ. മൺഡേ തേഴ്സ്ഡേ 6 മുതൽ 8 മണി വരെ, ഫ്രൈഡേ 6 മുതൽ 9 വരെ, സാറ്റർഡേ സൺഡേ എല്ലാം ഓപ്പണാണ്. 8 തൊട്ട് വരെ ഓപ്പണാണ്. അതാണ് ഇതിൻ്റെ ടൈമിങ്. പിന്നെ ഇവിടെ കോവിഡ് സാഹചര്യത്തിനും ആൾക്കാർ വരുന്നൊരു യാതൊരു പ്രശ്നമില്ല, എല്ലാവരും വരുന്നുണ്ട്. ഞാൻ ഇൻസൈഡിൽ ക്യാമറ അതിലൂടെയല്ല, അതുകൊണ്ട് പുറത്ത് ഞാൻ എടുക്കാം. ഇവിടെ കുറേ ലോട്ടറി കാലം വെക്കുന്നുണ്ട്. കുറേ പുറത്ത് നല്ല അടിപൊളിയായിട്ട് പൂ വെക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. കുറേ പൂവെല്ലാം വെക്കുന്നുണ്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കണ്ടോ. കുറേ പൂ വെക്കുന്ന ആൾക്കാരുടെ കാണാം. നല്ലൊരു ക്ഷേത്രമാണ്. ഗംഭീര സംഭവമാണ് കണ്ടോ. നല്ല അടിപൊളി പൂവല്ലോ. നമുക്ക് ആ അപ്പുറ സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ആദ്യം അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു സംഭവം ഉണ്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ട്. കുറേ ലോട്ടറിക്കാരിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഉണ്ടോ. ഈ മഹാമാരിയമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞ ബോർഡുണ്ട് ഇവിടെ. നല്ല കുറേ ലോട്ടറിക്കാരുടെ വെക്കുന്നുണ്ട്. ഇവിടെ വാഴയിലെ കൊണ്ടല്ലോ, വാഴയിലെല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കുറേ അടിപൊളിയായിട്ട് വാഴയില ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. നല്ല ഇതാണ് അതിൻ്റെ ഉള്ളിലുണ്ട്. കുറേ ലോട്ടറിക്കാർ വെക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി ലോട്ടറിക്കാർ ലോട്ടറി വെക്കുന്നുണ്ട്. വ്ളോഗർ ഉദ്ദേശിച്ചതാണ് തായ്ലൻഡിൽ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടുന്നതും സ്കൂൾ കുട്ടികൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെപ്പോഴത്തെ ആൾക്കാർക്ക് നമുക്ക് കുറച്ച് എന്താണോ അവർക്ക് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അത്ര കാര്യം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. കുറേ സ്വാമിമാരോ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവും കാണുന്നു. അപ്പോൾ അവരെപ്പോഴത്തെ ആൾക്കാർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ടോ, ചെറിയ ചെക്കൻ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ സ്ട്രീറ്റിലേക്ക് നടന്നു നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്. അവർക്കെല്ലാം നമുക്ക് പറ്റിയൊരു ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് അവർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാം. ഒരുപാട് ലോട്ടറി വെക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ പറയാം പറയാം ലോയോ നിങ്ങൾ ലോയോ. അപ്പോൾ നമുക്ക് ലോട്ടറി എടുക്കാം. അനിയാവും അല്ലേ അനിയോ. അപ്പോൾ നമുക്കൊരു ലോട്ടറി എടുക്കാം. നമുക്ക് നെക്സ്റ്റ് നമുക്ക് ലോട്ടറി എടുത്തിട്ട് നോക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്തല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്യുമോ. കൊറോണ കാലത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ലോട്ടറിക്കാരുണ്ട്, ഒരുപാട് പാവങ്ങളായ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതൊരു വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് ലോട്ടറി എടുത്തിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണോ നീയാവണോ അനിമയാവും നീ ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 100 ബാത്താണ് കേട്ടോ. ഇതിന് 100 ബാത്താണ്. ഇത് അടിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇതാണ് സാധനം കേട്ടോ. തായ്ലാൻഡ് ലോട്ടറിയാണിത്. നമ്മളിത് എടുത്തിട്ടുണ്ട്. എന്താ 80 ബാത്താണ്. 100 ബാത്തിനോട് തന്നിരിക്കുന്നു. ഇതാണ് സാധനം. അപ്പോൾ ഇതാണ് വേണ്ട. അവിടുന്ന് ഞാൻ ലോട്ടറി എടുത്തു. 100 ബാത്താണ്. 100 ബാത്തിന് 200 രൂപേൻ്റെ ലോട്ടറിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ മസാജ് പാർലർ കേട്ടോ. അപ്പോൾ ഇതൊരു മസാജ് പാർലറാണ്. ആ ഒരു സ്ട്രീറ്റിൽ നമ്മൾ കണ്ട അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ മസാജ് പാർലേഴ്സ് ഉണ്ട്. അപ്പോൾ അത്ര ഇതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കല്ലോ തായ്ലൻഡ് ബാങ്കോക്ക് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് നടക്കാം. ഇങ്ങനെ നടന്ന്
ഇങ്ങനെ നടക്കാൻ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ എന്താ പറയുക, നമുക്ക് നോക്കാം അടുത്ത ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ, അവർക്ക് നമുക്ക് പറ്റിയ ഹെൽപ്പ് നമുക്ക് ചെയ്യാം. ഓക്കെ, റോഡ് സൈഡിലും കുറേ ഇതുണ്ട്. പറയാം ഇതെല്ലാം ഒരു ഇതെല്ലാം മസാജ് പാർലർ വേണ്ട, ഒരു ഓപ്പൺ ആയിട്ടുണ്ട്. പഴയ പോലെ ഓപ്പൺ അല്ല, പക്ഷെ എന്നാലും ഇവിടെ ഓപ്പൺ ആണ് പലതും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട് റെസ്റ്റോറൻറ്റ്. ഇത് സീലോം റോഡിലെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ടോ, തമിഴ്നാടൻ റെസ്റ്റോറൻറ്റ്. ദോശ, ഇഡ്ഡലി, റൊട്ടി സംഭവങ്ങളുണ്ടോ. ഓപ്പൺ ആവുന്നത് 8 മുതൽ 10 പേരിൽ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ. ടുഡേ സ്പെഷ്യൽ ഫിഷ് കറി, ഫിഷ് മസാല, ചിക്കൻ കറി, മട്ടൺ കറി, മസാല ദോശ, ഇതൊക്കെ എടുത്ത് സ്പെഷ്യലാണ്. സൗത്ത് ഇന്ത്യൻ ഫുഡ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അടിപൊളി രസമുണ്ടോ, നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം സംഭവം. ഇതാണ് ഷോപ്പ് കണ്ടോ, ഇവിടെ അടിപൊളി ഷോപ്പാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്, ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, മട്ടൺ ബിരിയാണി, ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഫിഷ് ബിരിയാണി നമ്മൾ പാർസലാക്കിയതാണ്. അപ്പോൾ ഇതാണ് ഷോപ്പാണ്. ഇവിടെ ഒരു അച്ചാറിന് വെക്കുന്നുണ്ട്. ഇവിടെ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണല്ലോ. ഇവിടെ കുറേ അച്ചാറുണ്ട്, ലെമൺ പിക്കിളുണ്ട്, മാംഗോ പിക്കിൾ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട്. ഇതാണ് ഷോപ്പ്, ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് അവൈലബിൾ ഉണ്ടോ. ഇവിടെ ഇവർ ട്രാവൽ ഏജൻറ്റ് ടിക്കറ്റ്, ചായപ്രൈ ക്രൂസ്, സഫാരി വേൾഡ്, അങ്ങനത്തെ കാര്യങ്ങളും ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഷോപ്പാണ്, അടിപൊളി സംഭവമാണ്. പിന്നെ ഇതിൻ്റെ മെനു ഇതാണ് കണ്ടോ. ഇവിടുത്തെ ഒരുപാട് മെനുകളുണ്ട്. ദാൽ ഫ്രൈ, ദാൽ സാമ്പാർ, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ഒരുപാട് കണ്ടോ. ഒരു തമിഴ്നാട് സ്റ്റൈലിൽ അടിപൊളി സംഭവമാണ്. ലെമൺ പിക്കിൾ, ലെമൺ പിക്കിൾ, ലെമൺ പിക്കിൾ അടിപൊളി. ഓക്കെ, നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട് ലെമൺ പിക്കിൾ. ബാക്കി ബിരിയാണി ഇപ്പം വരുന്നതായിരിക്കും. മട്ടൺ ബിരിയാണി, ഫിഷ് ബിരിയാണി. നിങ്ങ പേര് എന്നാ? இல்லை சொல்லு, சும்மா சொல்லு. நீங்கள் பேர் அங்கிள் ஷாப்பு முபாரக். அங்கிள் பேர் என்ன? அன்சாரி. ஓகே. அப்போ ஃபேமிலி, இது ஃபேமிலி மெம்பர். பிரதர் அங்கே இருக்கு. ஓகே. எங்கள் பேர் റഫി. അപ്പോൾ ഇവരെ ഷോപ്പാണ്. ഇവരാണ് ഇവർ ഫാമിലി ആയിട്ട് നടന്ന ഹോട്ടലാണ്. 32 ഇയേഴ്സാ. ഓ, ഇങ്ങനെ സിറ്റിസൺ ആണോ? ഓ, 32 വർഷത്തോളായിട്ട് ഹോട്ടൽ നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. 1988 സ്റ്റാർട്ട് ചെയ്ത ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് AR റഹ്മാൻ ആരും വന്നാച്ചാ ഇങ്ങനെ വന്നിരിക്കോ. ഇവിടെ AR റഹ്മാൻ മറ്റുള്ള ആൾക്കാരും അവർ വന്ന് ഇങ്ങനെ വന്നേച്ചാ. വിക്രം എല്ലാവരും വന്നു. ഓ ആ വൈഫ്. ഓ എല്ലാവരും വന്നേച്ചാ. അപ്പോഴത്തെ മുടിഞ്ഞ ശേഷം റിവ്യൂ പോകേണ്ടത് മട്ടൺ ബിരിയാണി അല്ലേ? മട്ടൺ ബിരിയാണി. ഇതാണ് മട്ടൺ ബിരിയാണി ഉണ്ടോ, അടിപൊളി സംഭവമാണ്. നല്ല പൊളി മട്ടനാണ് ഉണ്ടോ, ആണ് ബിരിയാണി. സ്പൂണുണ്ട്, നമുക്ക് കഴിക്കാം. ഇത് ഗ്രേവിയാ, മട്ടൺ ഗ്രേവിയാ. മട്ടൺ ഗ്രേവി, ഒരു സലാഡല്ല, ഇത് സലാഡ്, റൈത്ത. ഇതാണ് ബിരിയാണി. പിക്കിൾ. ഓക്കെ, ഇവിടെ പിക്കിളുണ്ട്, മാംഗോ ഉണ്ട്, മാംഗോ ലൈമോ അല്ല, ഇത് മാംഗോ പിക്കിളാണ്. നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിക്കിൾ, ലൈം, ലെമൺ പിക്കിൾ രണ്ടും വെച്ചിട്ടുണ്ട്. നോക്കാം. ഇതാണ് സാധനം കണ്ടോ, മട്ടൺ കണ്ടോ, അടിപൊളി മട്ടനാണ്. നമ്മൾ കഴിക്കാം കണ്ടോ. ഇതാണ് സാധനം, മട്ടൺ ബിരിയാണി. ഓർഡർ ചെയ്ത് നല്ല റൈസാണ്. അടിപൊളിയാണ് മട്ടൺ, നല്ല സോഫ്റ്റോ. അടിപൊളിയാണ്. പിന്നെ ലൈമിൻ്റെ അച്ചാറുണ്ട്, എന്താ ലെമൺ പിക്കിൾ, മാംഗോ പിക്കിൾ. അടിപൊളിയാ. നല്ല സോഫ്റ്റാണ്, അടിപൊളി സോഫ്റ്റാണ്, നല്ല റൈസാണ്. അച്ചാർ പൊടിയാ. നല്ല ഗ്രേവിയിലുണ്ടോ, മട്ടൺ ഗ്രേവിൻ്റെ അകത്ത് വെച്ചിട്ട്
പൊളി ബിരിയാണി. ബർത്ത്ഡേ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ റൈസ്. nanti சாப்பிட்டு அப்புறம் ഓക്കെ താങ്ക് യു. എക്സ്ട്രാ റൈസ് വന്നിട്ടുണ്ട്. പപ്പടം ഉണ്ട്, അടിപൊളി പപ്പടം. കോഴി പപ്പടമാണ്. പപ്പടം അടിപൊളി പപ്പടം. സൂപ്പർ മട്ടൺ ബിരിയാണി നല്ല രസമുണ്ട്. ഗംഭീരമാണ്. ഓൾറെഡി ഫിനിഷ് ആയിട്ടോ. റൈസ് ടോർച്ച് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി റൈസാണ്. റൈസ് കുറച്ച് മട്ടൺ ഗ്രേവി. മട്ടണെല്ലാം തീർത്ത് ഓൾറെഡി. മട്ടൺ ഗ്രേവി ഉണ്ടോ? ഇതാണ് സാധനം. പുളിയുണ്ടോ? മിക്സാക്കിയിട്ട് കുറച്ച് പപ്പടം മിക്സാക്കി പപ്പടം മിക്സാക്കാം. നല്ല അടിപൊളിയായിട്ട് കുറച്ചെടുത്തിട്ട് എവിടെയോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഫിനിഷ് ചെയ്തു. മട്ടൻ ബിരിയാണി ഫിനിഷ് കഴിഞ്ഞിട്ട് പപ്പടം ഓർഡർ തന്നിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞു. അച്ചാർ അടിപൊളിയാണ്, ഗംഭീരമാണ് കേട്ടോ. നല്ലൊരു ഫുഡാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതാണ് ഫിഷ് ബിരിയാണി. നമ്മൾ പാർസൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പില അവരോട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരു നാരങ്ങ അച്ചാർ മേടിച്ചിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ ഒരു ഫിഷ് ബിരിയാണി. ഈ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്, പാർസലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അതിനടുത്ത് ഇനി ചായ വരാണ്ട്. ചായ ഒരു അടിപൊളി ചായ ഉണ്ട്. ആ ചായയും കൂടി കുടിച്ചിട്ട് നമുക്ക് നോക്കാം. ചായ ഒന്നുമില്ല, നല്ല അടിപൊളി ചായ. ഷുഗർ ഇട്ടില്ല, ഷുഗർ നമുക്ക് ഇഷ്ടമില്ല. ഷുഗർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അടിപൊളി ചായ കേട്ടോ, ഗംഭീര ചായയാണ്. ചായ കുടിച്ചിട്ട് പറയാം. ഗംഭീര ചായ. ചായ കുടിക്കാം. അടിപൊളി ചായയാണ് നോക്കാം. അടിപൊളി. ഈ റെസ്റ്റോറൻറ്റിലെന്ന് വെച്ചാൽ തമിഴ്നാട് റെസ്റ്റോറൻ്റ് ആണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ സീലോം റോഡിലെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. ഗംഭീരം. ബാങ്കോക്കിലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ്നാട് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിലെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അടിപൊളി ചായ, ഗംഭീരം. 250 മട്ടൺ ബിരിയാണി, ഫിഷ് ബിരിയാണി 250 ഉണ്ടോ. ചെറിയ പൈസയിൽ നല്ലൊരു ഹോട്ടലാണ്. നല്ല അടിപൊളി, നല്ലൊരു ആംബിയൻസ് ആണ് കണ്ടോ. അധികം സൗണ്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടോ. അധികം ആൾക്കാരൊന്നുമില്ല. അവർ പറയുന്നുണ്ട്, അതായത് കോവിഡിന് ശേഷം ഇവിടെ എല്ലാവർക്കും പേടിയാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതിന്. വളരെയധികം ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്ന കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം വന്നിട്ട് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കണം മാക്സിമം. വളരെ ബാങ്കോക്കിലെ ഓരോ അപ്ഡേറ്റ്സാണ് ചാനൽ വഴി ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.